ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഇന്നലെ നടന്നു. ആ ഒരു മത്സരത്തിൽ 2-1 ഫ്രാൻസ് വിജയിച്ച് കയറിയത്. ഇതോടുകൂടി ബ്രസീലും ഫ്രാൻസും എത്ര മത്സരം അവർ ടോട്ടലായി കളിച്ചു, അതിൽ ആരാണ് കൂടുതൽ തവണ വിജയിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ 16 മത്സരങ്ങൾ ഇവർ കളിച്ചിട്ടുണ്ട്. അതിൽ 6 മത്സരങ്ങൾ ബ്രസീലാണ് വിജയിച്ചത്, 3 മത്സരങ്ങൾ സമനിലയായിട്ടുണ്ട്, 7 മത്സരങ്ങൾ ഫ്രാൻസ് ആണ് വിജയിച്ചത്. ഇനി എത്ര ഗോളുകൾ അടിച്ചു എന്ന് നോക്കിയാൽ ബ്രസീൽ 27 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ഫ്രാൻസ് 23 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇവര് തമ്മിൽ 15 മത്സരങ്ങളായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു 15 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6 ബ്രസീൽ വിൻ ചെയ്യുന്നു, 6 ഫ്രാൻസ് വിൻ ചെയ്യുന്നു, 3 സമനിലയാകുന്നു. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പൊ ഫ്രാൻസ് വിൻ ചെയ്തതോടുകൂടി ഫ്രാൻസിന് അതിൽ ഒരു ആധിപത്യം വന്നിരിക്കുകയാണ്. ഇനി ഫ്രാൻസും ബ്രസീലും വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ അവർ ഏറ്റുമുട്ടുമെന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും ഫ്രാൻസ് മത്സരം വിജയിച്ചു. എംബാപ്പെ പരിക്കിൽ നിന്ന് തിരിച്ചു വന്ന് ആളൊരു ഗോൾ സ്കോർ ചെയ്തു. എംബാപ്പയ്ക്ക് ഇനി ഒരു ഗോളും കൂടി സ്കോർ ചെയ്താൽ ഫ്രാൻസിന്റെ ആൾ ടൈം ടോപ്പ് സ്കോറർ ആവാം. അതുപോലെ തന്നെ 2 ഗോൾ സ്കോർ ചെയ്താൽ ഫ്രാൻസിന്റെ ഒരു ഗോൾ സ്കോർ ചെയ്താൽ ഫ്രാൻസിന്റെ ആൾ ടൈം ടോപ്പ് സ്കോറർ നമ്മൾ ഒലിവർ ജൊറൂദിന്റെ ഒപ്പം ഈക്വലൈസ് ചെയ്യാം. 2 ഗോൾ സ്കോർ ചെയ്താൽ ആൾ ടൈം ടോപ്പ് സ്കോർ ആവാം. ഏതായാലും വരും മത്സരങ്ങളിൽ ബ്രസീൽ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.